ഒരു വർഷം നായകനായി 5 സിനിമകൾ. 5ഉം ഹിറ്റുകൾ. അങ്ങനെ ഒരു കാലം നമ്മുടെ നടൻ ജയറാമിനുണ്ടായിരുന്നു. ആ ഒരു വർഷം 1996 ആ ഒരു വർഷത്തെ സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 95 അവസാനം റിലീസായ പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അത് ഇങ്ങനെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 96ലും എ സെന്റേഴ്സിൽ ഓടി, ബി സെന്റേഴ്സിലും സി സെന്റേഴ്സിലൊക്കെ ഓടി ഇരിക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞിട്ട് 96 ജയറാമിന്റെ ആദ്യത്തെ സിനിമ. അത് വിഷുവിന് അനുബന്ധിച്ച് റിലീസായ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. രാജസേനന്റെ കൂട്ടുകെട്ടിൽ. അപ്പൊ 95 എന്ന വർഷം രാജസേനന്റെ കൂട്ടുകെട്ടിൽ ആദ്യത്തെ കൺമണിയും അനിയമ്പാവ ചേട്ടമ്പാവയും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നൊരു സിനിമയാണ്. അപ്പൊ 95 അവസാനം 96 തുടക്കം രാജസേനന്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. അന്ന് ജയറാമിന്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും അന്ന് പുതുമുഖമായ ബിജുമേനെ വെച്ച് ചെയ്ത സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖനം. അത് വിചാരിച്ച പോലെ ക്ലിക്കായില്ല. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ജയറാമിനെ തന്നെയായിട്ട് ഒന്നിക്കുന്നത്. അങ്ങനെയാണ് സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ വരുന്നത്. അതില് ദിലീപ് ജയറാമിന്റെ കൂടെ ഒരു ത്രൂ ഔട്ട് റോളിൽ അന്ന് അഭിനയിക്കുന്നു. ദിലീപ് എന്ന നായകനായിട്ട് സല്ലാപമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയും ചെയ്തു. അത് ആ ഒരു വിഷുവിനാണ് ഇറങ്ങിയത്. ഈ പറഞ്ഞ പോലെ ഒരു മേലെപ്പറമ്പിൽ പോലെയോ അനിയമ്പാവ പോലെയോ ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു. ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ഇടം നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ അരമന വീട് 500 ഏക്കർ എന്ന് പറയുന്ന സിനിമ, അനിൽ ബാബു എന്ന സംവിധായകന്റെ സിനിമയാണ്. ആ ഒരു സിനിമയും ശോഭന, ഹരിശ്രീ അശോകൻ, നല്ല രസമുള്ളൊരു സിനിമയാണ്. അത് ഈ പറഞ്ഞ എന്താ പറയാ, വേറെ ഒരു ഒരു തമിഴ് സ്റ്റൈല്, കുറച്ചുകൂടി ഒരു ഒരു പാറ്റേൺ ഉള്ള സിനിമ. രാജസേനന്റെ റഫി മെക്കാട്ടിൻ പാറ്റേണിലുള്ള ഒരു സിനിമയല്ല അത്. വിനു കിരിയത്ത്, രാജനി കിരിയത്ത്, ആ റൈറ്റേഴ്സിന്റെ ഒരു സിനിമയാണ്. അനിൽ ബാബു അതുപോലെ ജഗദീഷ്, സിദ്ദിഖ് ഇങ്ങനെയുള്ള നടന്മാരെ വെച്ച് അവര് അത് കുറച്ചും കൂടി ഒരു സ്റ്റാർ ലീഗിലുള്ള ഒരു മമ്മൂട്ടി, മോഹൻലാൽ അതിന്റെ ഒപ്പം വരുന്നല്ലോ ഏകദേശം ജയറാമും സുരേഷ് ഗോപിയൊക്കെ. അന്ന് അവരെയൊക്കെ വെച്ച് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് ജയറാമിനെ വെച്ചിട്ട് ഈ പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എനിക്കൊന്ന് സുരേഷ് ഗോപിനെ വെച്ചിട്ട് ഒന്ന് രഥോത്സവം ഒക്കെ ചെയ്തിട്ടുണ്ട് അനിൽ ബാബു. എന്തായാലും അനിൽ ബാബു ജയറാം കോമ്പോ പിന്നീട് പട്ടാഭിഷേകം പോലത്തെ വലിയ ഹിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അരമന വീട് 500 ഏക്കറും അന്ന് ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. അന്ന് ആ സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഒരു രാജസേനൻ സിനിമയെ കാണുമ്പോൾ അത് രാജസേന ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു എന്നൊരു ഒപ്പീനിയൻ അന്ന് പലവരും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എങ്കിലും അതൊരു ഹിറ്റായിട്ടുള്ള സിനിമയായിരുന്നു. ഏറ്റവും കൂടുതൽ സിനിമ ഗുണം ചെയ്തിട്ടുള്ളത് ഹരിശ്രീ അശോകനാണ്. ഹരിശ്രീ അശോകനെ ശരിക്കും തുടക്കക്കാരനെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പഞ്ചാബി ഹൗസ് ഒക്കെ ആയിട്ടാണോ ഹരിശ്രീ അശോകനും ഒരു സ്റ്റാർ ആയി മാറിയത്. ഹരിശ്രീ അശോകന് ഒരു തുറക്കാരുന്ന രീതിയിൽ നല്ല ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അതിൽ കിട്ടിയത്. അങ്ങനെ ആ ഒരു സിനിമയും എനിക്ക് അതൊരു ഓണത്തിന് മുമ്പാണോ, എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല. എന്തായാലും അത് തിയേറ്ററിൽ കണ്ടതൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ആ ഓണത്തിന് 2 സിനിമകൾ പ്രധാനമായിട്ട് ജയറാമിന്റെ. അതിലൊന്ന് തൂവൽ കൊട്ടാരവും, ഒന്ന് ദില്ലിവാല രാജകുമാരൻ. ഇതില് തൂവൽ കൊട്ടാരം സത്യനന്ദിക്കാട് ജയറാം ആ ഒരു ഹിറ്റ് കോംബോ. ജയറാമിന്റെ ഒരു സോളോ വിജയം. ഞാൻ ഒരിക്കലും ജയറാമിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ കുറെ മുമ്പ് അന്ന് ഒരു മാഗസീനിൽ വായിച്ചതിൽ, ജയറാമിന് ഹിറ്റുകളുണ്ട്. ഈ പറയുന്ന മേലെപ്പറമ്പിൽ ആൺവീടും, അനിയമ്പാവ ചേട്ടമ്പാവ, പുതുക്കോട്ടയിൽ പുതുമണവാളൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും ഒരു ജയറാമിന്റെ ഒരു സോളോ, ജയറാം ഒറ്റയ്ക്കൊരു സിനിമ എന്താ പറയുക, ഒറ്റയ്ക്കൊരു സിനിമ ഷോൾഡർ ചെയ്ത് അത് ഹിറ്റടിച്ച് ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലോട്ട് ജയറാം എത്തിയത് തൂവൽ കൊട്ടാരമാണെന്നാണ് പറയുന്നത്. കാരണം ഒരു നടൻ എന്ന രീതിയിലും താരം എന്ന രീതിയിലും എല്ലാ പ്രേക്ഷകരും അംഗീകരിച്ച് സൂപ്പർ ഹിറ്റായ ഓടിയ ഒരു സിനിമ. ജയറാമിന് അന്ന് ചില അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അന്ന് എനിക്ക് മികച്ച നടനുള്ള അവാർഡൊന്നും കിട്ടിയില്ല, സ്റ്റേറ്റ് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ക്രിട്ടിക്സ് അവാർഡും ഉണ്ണികൃഷ്ണനായിരുന്നു സ്റ്റേറ്റ് അവാർഡ്, സഹനടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഒരുപാട് അവാർഡുകൾ അന്നത്തെ പ്രൈവറ്റ് അവാർഡുകൾ, ഏഷ്യാനെറ്റ് അവാർഡ് പോലെയൊക്കെയുള്ള ഏതൊക്കെയോ അന്നത്തെ അവാർഡ്സ് ഒക്കെ ഉണ്ട്. അമേരിക്കൻ മലയാളി അസോസിയേഷൻ അവാർഡ്, അങ്ങനെയൊക്കെ കുറെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് തൂവൽ കൊട്ടാരം. അത് നല്ല വിജയം സിനിമ തന്നെയായിരുന്നു. പിന്നെ ദില്ലിവാല രാജകുമാരൻ, വീണ്ടും രാജസേനൻ റാഫി മെക്കാട്ടി കൂട്ടുകെട്ട സിനിമ. അതും ഹിറ്റായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു. അത് രാജസേനൻ പാറ്റേണുള്ള ഒരു സിനിമ, മറ്റേതൊരു സത്യനന്ദിക്കാട് പാറ്റേണുള്ള സിനിമ. ഇത് രണ്ടും തിയേറ്ററിൽ കണ്ടതായിട്ട് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ തൂവൽ കൊട്ടാരമാണ് അന്ന് ആദ്യം കണ്ടത്. അത് തൃശ്ശൂർ രാമദാസിലാണ്. ദില്ലിവാല രാജകുമാരൻ രാഗം തിയേറ്ററിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് തിയേറ്ററിൽ ഇറങ്ങിയത് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ. എന്തായാലും 2 സിനിമയും ആ ഒരു ഓണത്തിന് ജയറാം തന്നെയാണ് അന്ന് കൊണ്ടുപോയത്. ആ സമയത്ത് മമ്മൂട്ടിയുടെ ഇന്ദ്രപ്രസ്ഥം, മോഹൻലാലിന്റെ പ്രിൻസും ആയിരുന്നു. അത് രണ്ടും ഒന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നു. പിന്നെ ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററിൽ എത്തിയ സിനിമയാണ് കളിവീട്. ജയറാം, മഞ്ജു വാര്യർ. അതിനു മുമ്പ് ഇവര് തൂവൽ കൊട്ടാരത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു. അതേ ഒരു കോംബോ കളിവീടിൽ വരുന്നു. കളിവീട് ശരിക്ക് ഹ്യൂമർ സിനിമയല്ല, അത് കുറച്ചൊരു ഫാമിലി ഓറിയന്റഡ് സിനിമകൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഞാൻ തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു സിനിമയാണ് ആ ഒരു ക്രിസ്മസ് വെക്കേഷനിൽ. പക്ഷെ ആ സിനിമ ഒന്ന് തിയേറ്ററിൽ ഹിറ്റാണ്. പക്ഷെ അതങ്ങനെ വലിയൊരു വിജയമല്ല. കാരണം അതിന്റെ ഒപ്പറങ്ങ് ഈ പുഴയും കിടന്നാണ് കൂടുതൽ അന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. അന്ന് മമ്മൂട്ടിയുടെ ഉദ്യാനപാലകനുണ്ട് അന്ന് തിയേറ്ററിൽ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ അന്ന് വിന്നർ ഈ പുഴയും കിടന്നായിരുന്നു. പക്ഷെ എന്തായാലും ഈ ഒരു 5 സിനിമകൾ അന്ന് തിയേറ്ററിൽ മലയാളം
ജയറാമിൻ്റെതായിട്ട് തിയേറ്ററിൽ ഇറങ്ങി. അതിലൊന്നും അങ്ങനെ പരാജയമല്ല. എല്ലാം ഒന്നിനൊന്നിനും മികച്ച സിനിമകളാണ്. ജയറാമിന്റെ ആ ഒരു പ്രതാപകാലം നമ്മൾ പറഞ്ഞ 94, 95, 96 എത്തിക്കഴിഞ്ഞപ്പോൾ പീക്കായി. ജയറാമിന്റെ ഒരു പീക്ക് സ്റ്റാർഡത്തിന്റെ ഒരു കാലമായി. ഇങ്ങനെയാണ് 5 മലയാള സിനിമകൾ ജയറാമിൻ്റെതായിട്ടാണ് തിയേറ്ററിൽ എത്തിയത്. മലയാളത്തിൽ സിനിമകൾ അഭിനയിക്കുന്നതിന്റെ കൂട്ടത്തിൽ ജയറാം തമിഴിലൊന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡൊക്കെ ജയറാമിന്റെ 94, 95 പറഞ്ഞിരുന്നു. 96 ജയറാം 2 തമിഴ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പുതു നിലാവ് എന്ന സിനിമയാണ്. ആ സിനിമ മെയ്യിലാണ് 96 മെയ്യിലാണ് റിലീസായത്. ഇവിടെ നമ്മുടെ സ്വപ്നത്തോല ബാലഭാസ്കരൻ ഇറങ്ങി തിയേറ്ററിൽ ഓടുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു സിനിമയും റിലീസായത്. ഇതിൽ ജയറാം, രമേശ് അരവിന്ദ്, സംഗവി, വിനീത ഇവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ സിനിമ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പേരും ഒക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ആ സിനിമ അന്ന് വിജയമല്ലായിരുന്നു, അങ്ങനെ വലിയ വിജയമല്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ പരിവട്ടം എന്ന സിനിമ, അത് TK രാജേന്ദ്രൻ എന്ന സംവിധായകനാണ്. ഇതിനു മുമ്പ് താലാട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്തു. ഇതിൽ ജയറാമും സുകന്യ അതുപോലെ തന്നെ ഗൗണ്ടമണി ഇവരെല്ലാരും കൂടി ആണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എനിക്കറിയില്ല. എന്നാലും അങ്ങനെ വലിയ ഒരു സൂപ്പർ ഹിറ്റ് ഒന്നുമല്ല. പക്ഷെ ജയറാം എല്ലാ വർഷവും മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തമിഴിൽ അഭിനയിച്ചു സാന്നിധ്യം അറിയിച്ചിരുന്നു. അതായത് ഒരു BC സെന്റേഴ്സിലൊക്കെ ജയറാമിന്റെ സിനിമകളൊക്കെ വരും. A സെന്റേഴ്സിൽ ഓടിയില്ലെങ്കിലും Bയിലും Cയിലൊക്കെ കുറച്ച് ദിവസമെങ്കിലും ഓടും. അപ്പോൾ ജയറാമിന്റെ ഒരു ഫേസ് അന്നും തമിഴ് ഓഡിയൻസിന് ഫെമിലിയർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ജയറാം ഇന്നും അന്യഭാഷയിൽ മറ്റേത് നമ്മുടെ മലയാള നടന്മാരെക്കാട്ടും കൂടുതൽ ജയറാമിന് അവർക്ക് ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഫെമിലിയർ ആവാൻ കാരണം എല്ലാ വർഷവും ജയറാം ഒന്ന് മുഖം കാണിച്ചെങ്കിലും വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ജയറാമിന്റെ 96 എന്ന് പറഞ്ഞ വർഷം. ഇതിൽ ഈ 2 തമിഴ് സിനിമകളും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് പറയുക. മലയാളം സിനിമ എല്ലാം കണ്ടിട്ടുള്ളതാണ്. അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.